വയനാട് ദുരന്ത ഭൂമിയെപ്പറ്റി ഏതാനും വരികൾ ഞാനിവിടെ കവിതാ രൂപത്തിൽ ചൊല്ലാൻ പോവുകയാണ്. ഇത് ഞാൻ സ്വന്തമായി എഴുതി അവതരിപ്പിക്കുകയാണ്. വയനാട് മലനിരകളിൽ കലിതുള്ളിയെത്തി ഉരുൾ കവർന്നെടുത്തു എത്ര ജീവൻ. വയനാട് മലനിരകളിൽ കലിതുള്ളിയെത്തി ഉരുൾ കവർന്നെടുത്തു എത്ര ജീവൻ. പൊട്ടാത്ത ഉരുൾ പൊട്ടുന്ന സൂചന തന്നില്ലാരും ചൂരൽമലയിൽ. കാലാവസ്ഥാ പ്രവചനം തെറ്റി എത്ര കുടുംബം അനാഥരായോരു മക്കളെ നിങ്ങൾക്ക് സർക്കാർ സഹായവും ഏറെയുണ്ട്. ചൂരൽമലയിൽ കാണാതായവർ കാത്തിരിപ്പു ഞങ്ങൾ കാണും വരെ. 133 കൂടും കാണാതായവർ ചൂരൽമലയിൽ. ദുരന്തഭൂമിയിൽ കാലുകുത്താൻ വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ആസ്പത്രിയിലുള്ളവരൊക്കെയും കണ്ട് തുടർ സഹായങ്ങൾക്കൊപ്പമുണ്ട്. റെജീന, അരുൺ, അനിൽകുമാറും അനന്തിയക്കൊപ്പം കണ്ണീരൊഴുക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രിയാ മോദി ചൈനയ്ക്കുമ്മ മാത്രമേയുള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിയാ മോദി നൈസയ്ക്കുമ്മ മാത്രമേയുള്ളൂ. ചാവിൽ കഴിയുന്ന ഓരോ കുടുംബവും 10,000 രൂപ കൈനീട്ടി വാങ്ങി. ജീവനും ജീവിതവും ഉരുളെടുത്ത ഭൂമി കണ്ണീരായി മാറി വയനാട്ടുകാർ. ഉടുതുണിക്ക് മറുപടി ഇല്ലാത്ത കാഴ്ച നൊമ്പരത്തോടെ കാണുന്നു മനുഷ്യർ. ഉമ്മയും ബാപ്പയും ഭാര്യയും മക്കളും എന്നെ തനിച്ചാക്കി മൺമറഞ്ഞു. ഉമ്മയും ബാപ്പയും ഭാര്യയും മക്കളും എന്നെ തനിച്ചാക്കി മൺമറഞ്ഞു. ഒമാനിലായതു കൊണ്ടു ഞാൻ ബാക്കി. ഇനിയുള്ള കാലം ഞാൻ എങ്ങനെ ജീവിക്കും? എന്നെയും കൂടെ കൊണ്ടുപോകൂ. ചളിയിൽ പുരണ്ടെത്രയോ മനുഷ്യ ശരീരം ആരെന്നറിഞ്ഞില്ല വിതുമ്പി നിന്നു. ശ്രുതിക്കിനി ആരുണ്ട് ദൈവമേ? അച്ഛനും അമ്മയും ഭർത്താവും ബാക്കിയുള്ള 9 പേരും നഷ്ടമായി മണ്ണായി. ശ്രുതിക്കിനി ആരുണ്ട് ദൈവമേ? താങ്ക് യു.